സാട്ട ഇതുപോലെ പോലീസ് വേഷമാണ്. അപ്പോൾ ദി കേസ് ഡയറി കഴിഞ്ഞപ്പോൾ അടുത്ത പോലീസ് വേഷമാണ്. അതിൽ നിന്നും വ്യത്യസ്തമായൊരു കഥാപാത്രമാണ്. ഇത് കഥാപാത്രത്തിൻ്റെ ഇതനുസരിച്ചാണ് ഇത് ഈ പോലീസ് സ്റ്റോറിയെ പോകുന്നത്. നമുക്ക് അതിന് കൂടുതൽ എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. ക്യാരക്ടറല്ല, കഥയെപ്പറ്റിയോ ഒന്നും നമുക്ക് ഇങ്ങനെയുള്ള സിനിമകളുടെ പ്രശ്നം നമുക്ക് കഥ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. സസ്പെൻസ് ആണല്ലോ ആദ്യത്തെ. ഇങ്ങനെയുള്ള പോലീസ് സ്റ്റോറി, സസ്പെൻസ് സ്റ്റോറി, ക്രൈം ത്രില്ലറിൻ്റെയൊക്കെ സസ്പെൻസേ ഫസ്റ്റ് ഷോയിൽ പോകുന്ന പരിപാടിയാണ് സിനിമ. അത് പോകാതെ വേറൊരു ടൈപ്പ് ഓഫ് രീതിയിലാണ് ഡയറക്ടർ പ്ലാൻ ചെയ്യുന്നത്, സ്ക്രിപ്റ്റ് റൈറ്ററും പ്ലാൻ ചെയ്യുന്നത്. ബാക്കി ഇതിൻ്റെ മേക്കിംഗ് കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അറിയാം സാട്ട എന്താണെന്ന്. സാട്ട ഇത് പോലീസ് ഒരു റൈറ്റർ പറഞ്ഞ പോലെ അവർ ഈ തമിഴ്നാട് നടന്ന ഒരു സംഭവം നമ്മുടെ കേരളത്തിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എനിക്കറിയത്തില്ല. എൻ്റെ കൂടുതൽ സാട്ട ആ ചോദ്യം ചോദിച്ചിട്ട് എന്നെ കൊന്നിട്ടുണ്ട്. ഈ സാട്ട ടൈറ്റിൽ ഭയങ്കര പ്രശ്നമാക്കാനുള്ളൊരു പരിപാടിയാണ് ഞങ്ങൾ. വേറെ ഒന്നുമില്ല. സാട്ട എന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്ന ഒരു വേർഡ്സാണ് അവരുടെ DGP IPS ഓഫീസർ, അങ്ങനെ വലിയ വലിയ പോലീസുകാർ അവരുടെ രഹസ്യ കോഡാണ് അതിൻ്റെ സാട്ട എന്ന് പറയുന്നത്. അതാ പറയുക, സിനിമ വരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ആ സാട്ട എന്താണെന്ന് മനസ്സിലാവും. അതിൻ്റെ ടൈറ്റിൽ, അതിൻ്റെ വേർഡിന് അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും കറക്റ്റായിട്ട്. ഇത് അല്ലാതെ 2 മൂവീസ് ഫൈനലായിട്ടുണ്ട്. ഇപ്പോൾ ഡയറക്ടർ പേരുകളൊന്നും പറയാറായിട്ടില്ല. അതിന് ഫൈനൽ ചർച്ചയിലാണ്. മലയാളം തന്നെയാണ് 2 മൂവി, പിന്നെ ഒരു തമിഴ് മൂവി ഡിസ്കഷനിലാണ്. ഇതിൽ കാസ്റ്റിംഗ് ആവുന്നേ ഉള്ളൂ. ഇപ്പം നമുക്ക് മഴ ആയതുകൊണ്ട് ചെയ്യാൻ പറ്റും. മഴയായതുകൊണ്ട് 2 മാസം കഴിഞ്ഞിട്ടുള്ള, അപ്പോൾ അതിനുള്ളിൽ കാസ്റ്റിംഗ് എല്ലാം പൂർണ്ണമാവുള്ളൂ. എൻ്റെ ഡയറക്ടർ മധു ആർ പിള്ളയാണ്. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ മൂവിയാണ്. പിന്നെ ശ്യാം ബാബുവാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി ടെക്നിക്കൽ സൈഡ് എല്ലാ കാര്യങ്ങളും അടുത്ത് തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും, കാസ്റ്റിംഗ് ഉൾപ്പെടെ.